ഞാനും ഉപ്പയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവാർഡ് ഇട്ടുണ്ട് കേട്ടോ. ഒരു വേദിയിൽ വെച്ച് ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കുറച്ച് സർപ്രൈസിങ് ആണ്. പ്രിയപ്പെട്ട സമക്ക് എന്ന ഒരു വലിയ സ്ഥാപനം, കോട്ടക്കലിലെ ഒരു വലിയ സ്ഥാപനം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ വേദിയിൽ പിന്നെ ഉപഹാരം നൽകി ആദരിച്ചു. കോട്ടക്കലിൽ ഞാനൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കൊരു വലിയ മാതൃകയാണ്. അതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നും അഭിമാനത്തോടു കൂടി പറയണം, ഒരു സംശയമില്ല. അതെ അതെ. പിന്നെ ഇത് സമയത്ത് ഫ്ലഡിന്റെ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ, അന്ന് ഇദ്ദേഹം ചെയർമാനായിരുന്നു കോട്ടക്കൽ, ഒരിക്കലും മറക്കാത്ത. കോട്ടക്കൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ ചാനലുണ്ട്, പക്ഷെ ചാനൽ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലും നിലമ്പൂരിലും പിന്നെ ഒരുപാട് സാധനങ്ങൾ എത്തിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഊരില്ലേ. അപ്പോൾ നമ്മൾ ഈ വിഷയം ഇദ്ദേഹത്തോട് പറയുന്നു, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ ഇദ്ദേഹം നഗരസഭൻ്റെ ചെയർമാനാണ്. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു, കോട്ടക്കൽ CH ഓഡിറ്റോറിയം നിങ്ങൾ എടുത്തോളി, ഞാനും കൂടെ ഉണ്ട്. കൂടെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വസ്ത്രങ്ങൾ, ഒരുപാട് ഭക്ഷണങ്ങൾ, മറ്റു സാമഗ്രികൾ, എസൻഷ്യൽ മെഡിസിൻസ് ഒക്കെ അവിടെ കളക്ട് ചെയ്യുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നു, ഈ ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സേവനം ചെയ്യുമ്പോൾ ഒരുമിച്ച് നിൽക്കാനും ശക്തി പകരാനും ഉള്ള ഒരാൾ പിന്നെ നമ്മൾക്ക് പിന്നെ വീണ്ടും ഒരു അംഗീകാരം നൽകുകയാണ്. വലിയ സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ. ഓക്കെ സോലി, എന്തൊക്കെയാ? സുഖല്ലേ? എന്ത് തോന്നുന്നു? എനിക്ക് ഫൈസലിനും ഉപ്പാക്കും ഞങ്ങൾക്കൊരു ആദരവ് കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനും തന്നെ കുറേ ആൾക്കാർക്ക് ആദരവ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈസൽ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വൈബാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ കോട്ടക്കലിൻ്റെ നിറഞ്ഞ സാന്നിധ്യമായി നിന്നിരുന്ന ഫൈസൽ അധ്യാപക രംഗത്ത്, ബ്ലോഗ് രംഗത്തൊക്കെ നിന്നപ്പോഴാണ് കുറച്ചൊരു ഈ ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്തെ ഞാൻ സ്വീകരിച്ച മാർഗത്തിലൂടെ വരാതെ അതേ മാർഗമാണെങ്കിലും എൻ്റെ ലൈനിലൂടെ വരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ കാര്യത്തിലൊക്കെ ഒരു വലിയ കോട്ടക്കലിൻ്റെ ഒരു വലിയ അടയാളമാണ് ഫൈസൽ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഫൈസൽ അധ്യാപനം എന്ന് പറയുന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുക ചെയ്യല്ല, ജീവിച്ച് കാണിച്ചുകൊണ്ട് എങ്ങനെയാകണം ഒരു അധ്യാപകൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ ഫൈസലിന് 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ആദരവ് ഞങ്ങൾ നൽകിയിട്ടുള്ള ഏക 2 വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഹോട്ടലിൽ എത്തപ്പെട്ടിട്ടുള്ളത്. ഉപ്പയും മകനും 2 യുഗത്തിലെ അധ്യാപകരെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട്. മോനാണ്. എന്തൊക്കെയാടാ പേര്? ആദി. നല്ല ഫിഷ് വിഭവങ്ങൾ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്.